പാട്നയിലുള്ള പുരുഷോത്തം കുമാർ, ഭാര്യ പുഷ്പകുമാരി. അവരുടെ ഒരു യൂട്യൂബ് വീഡിയോ ആണ് നമ്മുടെ മുന്നിലുള്ളത്. ശരി. അപ്പോൾ വെസ്റ്റീജ് എന്ന ബിസിനസ്സും പിന്നെ വിന്നിംഗ് ടീം എന്ന ഒരു സിസ്റ്റവും അത് അവരുടെ ജീവിതത്തിൽ എങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നുമാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിഗത അനുഭവം അല്ലേ? അതെ, ഒരു പേഴ്സണൽ സ്റ്റോറി. ഇത് കേൾക്കുമ്പോൾ ഒരു സാധാരണ ജോലിയിൽ നിന്നുള്ള വരുമാനത്തിന് അപ്പുറത്തേക്ക് സ്വന്തം പ്രയത്നം, പിന്നെ പറഞ്ഞ പോലെ ഒരു പ്രത്യേക സിസ്റ്റത്തിന്റെ ഒരു പിന്തുണ, അതോടുകൂടി സാമ്പത്തികമായും വ്യക്തിപരമായും നല്ല വളർച്ച നേടാൻ പറ്റിയെന്ന് ഇവർ പറയുന്നുണ്ട്. നമുക്കിതിലൊന്ന് ആഴ്ന്നിറങ്ങി നോക്കാം അല്ലേ, എന്താണ് ഇതിലെ പ്രധാന കാര്യങ്ങളെന്ന്. തീർച്ചയായും ഇത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് പോലെ സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകളിൽ നിന്നാണ് പലരും പുതിയ വഴികൾ തേടുന്നത്. ശരിയാണ്. അപ്പോൾ ഇവിടെ ഈ വിവരണം പറയുന്നത് ആ ഒരു പോരാട്ടത്തിൽ നിന്ന് വിജയത്തിലേക്കുള്ള യാത്രയാണ്. അന്നത്തെ ഒരു അവസ്ഥ, അവരെടുത്ത വഴികൾ, കിട്ടിയ റിസൾട്ട്, ഇതെല്ലാം ഈ വീഡിയോയിലുണ്ട്. പിന്നെ പ്രത്യേകം എടുത്തു പറയുന്നത് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രവർത്തന രീതിയുടെ പങ്കാണ്. അതെന്തുകൊണ്ടാണ് അത്ര പ്രധാനപ്പെട്ടതാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ശരി, അപ്പൊ നമുക്ക് ആദ്യം ആ പഴയ കാലത്തിലേക്ക് പോകാം. പുരുഷോത്തം കുമാർ പറയുന്ന ആ ഒരു വെസ്റ്റീജിന് മുൻപുള്ള ജീവിതം, അത് എന്താ പറയാ, അത്ര സുഖകരമായിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഏകദേശം ഒരു 14 വർഷം ഒരേ കമ്പനിയിൽ ജോലി ചെയ്തു. 14 വർഷം. എന്നിട്ടും സാമ്പത്തികമായിട്ടൊരു മുന്നേറ്റം ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, കൂടുതൽ കടങ്ങളിലേക്ക് ഒരു കുഴിയിലേക്ക് വീഴുന്ന പോലെ ആയിരുന്നു അവസ്ഥ. ദൽദൽ മേ ഫസ്തേ ജാ രഹേ എന്നൊരു വാചകം അദ്ദേഹം പറയുന്നുണ്ട്. ആ വാക്ക് തന്നെ, ദൽദൽ, ഒരു ചതുപ്പ്, അതിൽ താഴേക്ക് പോകുന്ന ഒരു അവസ്ഥ. അതെ, അത് ആ മാനസികാവസ്ഥയാണ് കാണിക്കുന്നത്. മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എങ്ങനെയോ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. വീട്ടിലെ കാര്യങ്ങൾ പോലും എന്താ പറയാ, നേരെ ചൊവ്വെ നടക്കുന്നില്ല. ഒരു സംഭവം അദ്ദേഹം ഓർക്കുന്നുണ്ട്. കുട്ടികളുണ്ടായ സമയത്ത് ഹോസ്പിറ്റലിലെ ബില്ലടയ്ക്കാൻ അയ്യോ കയ്യിൽ പൈസ ഇല്ലാതിരുന്ന ഒരു അവസ്ഥ. ഹോസ്പിറ്റൽ മേ പൈസ ദേനെ കേ ലിയേ മേരെ പാസ് നഹീ താ എന്ന് പറയുമ്പോൾ ആ ഒരു നിസ്സഹായത നമുക്ക് ഊഹിക്കാം. ഇപ്പോഴും അതോർക്കുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം വരും. ബഹുത് റോണ ആഥാ താ, കരച്ചിൽ വരുമെന്ന്. ശരിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് പലപ്പോഴും ഒരു മാറ്റത്തിന് വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നതല്ലേ? അതെ. നിലവിലുള്ള ആ ഒരു അവസ്ഥയിലെ ഒരു അതൃപ്തി, ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയുള്ള ഒരു തീവ്രമായ ആഗ്രഹം, ഇവിടെ ഈ സാമ്പത്തിക പ്രശ്നം ഒരു വലിയ ഡ്രൈവിംഗ് ഫോഴ്സായി. അതോടൊപ്പം വേറൊരു കാര്യം കൂടി അദ്ദേഹം നിരീക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. സ്വന്തം അച്ഛൻ വർഷങ്ങളായി ജോലി ചെയ്തിട്ടും പ്രായമായപ്പോഴും സൈക്കിളിൽ പോകുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഈ ജോലി മാത്രം കൊണ്ട് എന്റെ സ്വപ്നങ്ങൾ, ഒരുപക്ഷെ അതൊരു സിനിമ കാണുന്ന അത്ര ചെറിയ സ്വപ്നമായിരിക്കാം, അതുപോലും നടക്കില്ലെന്ന്. ആ തിരിച്ചറിവാണ് മാറ്റത്തിന്റെ ആദ്യത്തെ പടി. ആ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ജീവിതത്തിലെ ആ ടേണിംഗ് പോയിന്റ് വരുന്നത്. അദ്ദേഹം ചില വ്യക്തികളെ കണ്ടുമുട്ടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു മെന്റർ എന്ന് പറയാവുന്ന ഒരാളുടെ ഒരു സ്വാധീനം. അങ്ങനെയാണ് അദ്ദേഹം വെസ്റ്റീജ് എന്ന ബിസിനസ്സിലേക്കും പിന്നെ ഈ പറഞ്ഞ വിന്നിംഗ് ടീം സിസ്റ്റം എന്ന പ്രവർത്തന രീതിയിലേക്കും എത്തുന്നത്. അപ്പോൾ അതാണ് വഴിത്തിരിവ്. അതെ, അത് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് ആണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഇവിടെയാണ് ഈ സിസ്റ്റം എന്ന വാക്കിന് പ്രാധാന്യം വരുന്നത്. ശരിയാണ്. എന്തായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെറും ഒരു മോട്ടിവേഷൻ ആണോ, അതോ ഒരുപക്ഷെ ഈ വിവരണത്തിൽ നിന്ന് തോന്നുന്നത് അതൊരു വ്യക്തമായ പ്ലാൻ, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ്, ട്രെയിനിങ്, സപ്പോർട്ട്, അങ്ങനെയുള്ള ഒരു ഘടനയായിരിക്കാം, ഒരു പ്രവർത്തന രീതി. അതെ, അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അഭിനേത്രി സിസ്റ്റം ഹോത്താ ഹൈ സിസ്റ്റം ഫോളോ കരിയർ. അതായത് ആ സിസ്റ്റം പറയുന്നത് എന്താണോ അത് അതേപടി ചെയ്യുക. അതെ, ഒരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ പ്രത്യേകിച്ചും ഇതുപോലൊരു ബിസിനസ് മോഡല്ലേ, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നതിലൊരു വ്യക്തത കിട്ടുന്നത് അത് വലിയൊരു കാര്യമാണ്. തീർച്ചയായും ആ വ്യക്തത ഒരുപക്ഷെ ഈ സിസ്റ്റം നൽകിയിട്ടുണ്ടാവാം. ഒരുപക്ഷെ അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ വിന്നിംഗ് ടീം സിസ്റ്റത്തിന്റെ കൂടെയാണ് താൻ ഈ ബിസിനസ് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. ഭാര്യ പുഷ്പകുമാരിയുടെ നല്ല സപ്പോർട്ടുമുണ്ട്. ഫാമിലി സപ്പോർട്ട് പ്രധാനമാണല്ലോ. സ്വന്തം വീട്ടിലൊരു ചായ കുടിക്കാൻ പോലും ചിലപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ളവരുടെ വീടുകളിൽ പോയി ചായ കുടിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ശരിക്കും അതെ, ആ ഒരു അവസ്ഥ. പക്ഷേ ആ ബുദ്ധിമുട്ടുകൾക്കിടയിലും അദ്ദേഹം ഈ പുതിയ വഴിയിൽ നല്ല എനർജി കാണിച്ചു. ഭയങ്കര ആവേശത്തോടെയാണ് പ്രവർത്തിച്ചത്. ദിവസവും 150 മുതൽ 200 കിലോമീറ്റർ വരെ ബൈക്കിൽ യാത്ര ചെയ്യുമായിരുന്നു. ഓഹോ, ഡെയിലി? അതെ, ഡെയിലി. ആളുകളെ കാണാൻ, പ്ലാൻ പറയാൻ. അതാണ് കമ്മിറ്റ്മെന്റ്. പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, വലിയ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ എക്സൈറ്റ്മെന്റ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് 1-to-1 പ്ലാനുകൾ കാണിക്കുമ്പോഴായിരുന്നു. വ്യക്തിഗത മീറ്റിംഗുകൾക്ക്. എന്തുകൊണ്ടായിരിക്കും അത്? കാരണം അതിലൂടെയാണ് പുതിയ ലീഡർമാരെ കണ്ടെത്താൻ പറ്റുന്നത്, അവരെ ശരിക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഓക്കെ, അപ്പൊ അവിടെയും ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതെ, വ്യക്തമായ ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനം ആവാം. ഒരുപക്ഷെ ആ സിസ്റ്റം പഠിപ്പിച്ചത് ആൾക്കൂട്ടത്തേക്കാൾ വ്യക്തിഗതമായിട്ടുള്ള ശ്രദ്ധയിലൂടെ ടീം ഉണ്ടാക്കാനാവാം. കാരണം ഈ ഡയറക്ട് സെല്ലിംഗ് എന്നൊക്കെ പറയുമ്പോൾ ബന്ധങ്ങൾ പ്രധാനമാണല്ലോ. ശരിയാണ്. വിശ്വാസം. അതെ, വിശ്വാസം നേടിയെടുക്കാൻ ഈ 1-to-1 നല്ലതാണ്. അപ്പൊ സിസ്റ്റം ഒരു വഴി കാണിച്ചു. അദ്ദേഹം ആ വഴിയിലൂടെ കിലോമീറ്ററുകളോളം ബൈക്ക് ഓടിച്ച് പ്രവർത്തിച്ചു. ആ ഒരു ഡെഡിക്കേഷന് റിസൾട്ട് കിട്ടിയെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കിട്ടിയിരിക്കണം. വെറും 17 മാസം, അതായത് 1.5 വർഷം തികയുന്നതിന് മുൻപ് സ്വന്തമായിട്ട് ഒരു കാർ വാങ്ങി. 17 മഹീന ഹംനെ ഗാഡി ഖരീദി. കൊള്ളാം. അത് വലിയൊരു നേട്ടമാണ് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വരുമ്പോൾ. തീർച്ചയായും. പിന്നെ 22 മാസം കൊണ്ട്, അതായത് 2 വർഷമാകുന്നതിന് മുൻപ് വരുമാനം കാര്യമായിട്ട് കൂട്ടി. ഒരുപക്ഷെ ആ കടങ്ങളുടെയും സാമ്പത്തിക പരാധീനതകളുടെയും കൂട് പൊളിച്ചു പുറത്തു വന്നു എന്നായിരിക്കാം. ഓക്കെ, സാമ്പത്തിക സ്വാതന്ത്ര്യം. അതെ, പൈസയെക്കുറിച്ച് എപ്പോഴും ടെൻഷൻ അടിക്കുന്ന അവസ്ഥ മാറി. ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഫ്രീഡം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം പറയുന്നത് ഇപ്പോഴാണ് ജീവിതം ജീവിച്ചു തുടങ്ങിയതെന്ന് തോന്നുന്നതെന്ന്. ആ ഒരു ഫീലിംഗ് അതാണ് ഏറ്റവും വലുത്. തീർച്ചയായും. അദ്ദേഹം അതിനിങ്ങനെ പറയുന്നുണ്ട്, മുൻപ് എന്റെ ജീവിതം ലൈഫ് കോംപ്രമൈസ് ആയിരുന്നു. വിട്ടുവീഴ്ചകൾ, ഇഷ്ടമില്ലാത്ത പലതും സഹിക്കേണ്ടി വരുന്ന, ഇഷ്ടമുള്ളത് വേണ്ടെന്ന് വെക്കേണ്ടി വരുന്ന ഒരു തരം അഡ്ജസ്റ്റ്മെന്റ് ലൈഫ്. ശരിയാണ്. എന്നാൽ ഇപ്പോഴത് മാറി. ഇപ്പോൾ ലൈഫ് ഓഫ് ചോയ്സ് ആണ്. എനിക്ക് തിരഞ്ഞെടുക്കാം, എന്തു വേണം എന്തു വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു അവസ്ഥ. അതാണ് യഥാർത്ഥ വിജയം. അതെ, ഈ മാറ്റത്തിന് കാരണം ചോദിച്ചാൽ അദ്ദേഹം 3 കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. 1, വെസ്റ്റീജ് എന്ന ഈ അവസരം. 2, അദ്ദേഹത്തെ ഗൈഡ് ചെയ്ത മെന്റർ അല്ലെങ്കിൽ അപ്ലൈൻ.
3 ഈ വിന്നിംഗ് ടീം സിസ്റ്റം. ഈ മൂന്നിനോടുമുള്ള ഒരു കടപ്പാട് അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. അപ്പോൾ ഇവിടെ നേട്ടങ്ങൾ പറയുമ്പോൾ ഭൗതികമായ കാര്യങ്ങൾ, കാർ, വരുമാനം മാത്രമല്ല, ഈ മനോഭാവത്തിലുണ്ടായ മാറ്റം, അതെ, ആ ലൈഫ് ഓഫ് ചോയ്സ് എന്ന അവസ്ഥ, ആത്മവിശ്വാസം, അതും വളരെ പ്രധാനപ്പെട്ട നേട്ടമാണ്. ഒരുപക്ഷെ അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം. ശരിയാണ്. വിജയത്തിന്റെ കാരണം സിസ്റ്റത്തിനും മെന്റർക്കും ഒക്കെ കൊടുക്കുമ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ആ സിസ്റ്റം പറഞ്ഞ വഴിയിലൂടെ കിലോമീറ്ററുകൾ താണ്ടാൻ തയ്യാറായ അദ്ദേഹത്തിന്റെ പ്രയത്നം അത് മറക്കാൻ പറ്റില്ല. ഇല്ല. ആ സിസ്റ്റം ഒരു വാഹനം പോലെയാണെങ്കിൽ അത് ഓടിച്ചത് അദ്ദേഹമാണ്. ആ ഊർജ്ജം അദ്ദേഹത്തിന്റേതാണ്. ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. താൻ നേടിയ ഈ വിജയം അത് അവിടെ നിർത്താനല്ല പ്ലാൻ. ഓക്കെ. കഴിഞ്ഞ 5 വർഷം കൊണ്ട് താൻ എവിടെ എത്തിയോ ആ ഒരു നിലയിലേക്ക് തന്റെ ടീമിലെ ആളുകളെയും എത്തിക്കണം. അതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. അത് നല്ലൊരു കാഴ്ചപ്പാടാണ്. हाल में और टीम मेंबर को वहां तक लेकर जाना है जहां तक हम पहुंच गए हैं. മറ്റുള്ളവരെ കൂടെ വളർത്തുക എന്നുള്ളത് അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. അതെ. അതോടൊപ്പം അദ്ദേഹം ഒരു മെസ്സേജും കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ രംഗത്ത് വിജയിക്കാൻ പറ്റും. तो आप डेफिनेटली करें. ആ ഡെഫിനറ്റ്ലി എന്ന വാക്കിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. അത് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നുള്ള ഉറപ്പാണ്. പക്ഷെ ഒരു മുന്നറിയിപ്പുണ്ട്. ഈ യാത്രയിൽ ആളുകളെ കളിയാക്കും, സംശയിക്കും, അതൊക്കെ ഉണ്ടാവും. സ്വാഭാവികം. हम उस दौर से गुजर जाएंगे. यहाँ पर लोग बोलते हैं. ആളുകൾ പലതും പറയുന്ന ഒരു കാലഘട്ടം നമ്മൾ കടന്നു പോകും. അതിനെ അതിജീവിക്കണം. ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നാൽ, മനസ്സുകൊണ്ടൊന്ന് തീരുമാനിച്ചുറച്ചാൽ വിജയം ഉറപ്പാണ്. അഗർ മാൻ ലിയാ ഹെ ഓർ ഠാൻ ലിയാ തോ ജീത്. അതെ, മനസ്സിൽ ഉറപ്പിക്കുക, പ്രവർത്തിക്കാൻ തീരുമാനിക്കുക, വിജയം കൂടെ വരും. അതൊരു ശക്തമായ സന്ദേശമാണ്. ആ സിസ്റ്റം പിന്തുടരുക, സ്വപ്നം കൈവിടാതിരിക്കുക, പ്രവർത്തിക്കുക. ഇതാണ് അദ്ദേഹം പറയുന്നത്. അതെ, ലക്ഷ്യബോധം, ആത്മവിശ്വാസം, പിന്നെ തളരാത്ത പ്രവർത്തനം, ഈ സിസ്റ്റമും കൂടെയുണ്ടെങ്കിൽ വിജയം സാധ്യമാണെന്നൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ അനുഭവം. അപ്പോ പുരുഷോത്തം കുമാറിന്റെയും പുഷ്പകുമാരിയുടെയും ഈ ഒരു വിജയകഥ നമ്മൾ കേട്ടു. ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായി വളരെ പിന്നിൽ നിന്നൊരു അവസ്ഥ. അവിടെ നിന്ന് വെസ്റ്റീജ് എന്നൊരു അവസരം കിട്ടുന്നു. വിന്നിംഗ് ടീം എന്നൊരു സിസ്റ്റം വഴി കാണിക്കുന്നു. അതെ, ആ സിസ്റ്റം ഒരു ഘടന നൽകി. അതെ, ആ ഘടനയും വഴികാട്ടലും മെന്റർഷിപ്പും പിന്നെ സ്വന്തം പ്രയത്നവും ഇതെല്ലാം ചേർന്നപ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. ആ സിസ്റ്റം കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തവും ഒരു പക്ഷേ ലളിതവുമാക്കി കൊടുത്തു എന്ന് കരുതാം. ഒരുപക്ഷേ ആ ലളിതം എന്നതിനേക്കാൾ വ്യക്തം എന്ന വാക്കായിരിക്കും കൂടുതൽ ശരി. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നതിനൊരു ബ്ലൂ പ്രിന്റ് കിട്ടിയ പോലെ. ശരിയാണ്, ആ വ്യക്തത പ്രധാനമാണ്. തീർച്ചയായും ഇതൊരു പ്രചോദനം നൽകുന്ന കഥ തന്നെയാണ്. ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് ലക്ഷ്യത്തോട് പ്രവർത്തിച്ചാൽ മാറ്റങ്ങൾ സാധ്യമാണ് എന്നത് കാണിക്കുന്നു. അപ്പൊ ഈ അനുഭവം കേട്ട് കഴിഞ്ഞപ്പോ ഒരു ചിന്ത വരുന്നു. പറയൂ. ഒരാളുടെ വിജയത്തിൽ, പ്രത്യേകിച്ചും ഇതുപോലൊരു സംരംഭത്തിൽ ഏതിനാണ് കൂടുതൽ പങ്ക്? ആ വ്യക്തിയുടെ ഉള്ളിലെ ആ ഒരു തീ, ആ സ്വപ്നം, ആ ഒരു പരിശ്രമം, അതോ അവർക്ക് കിട്ടുന്ന സിസ്റ്റം, ആ ട്രെയിനിങ്, ആ ഗൈഡൻസ്? ഒരു നല്ല ചോദ്യമാണ്. അതോ ഇവ രണ്ടും ഒരുപോലെ ഒരു പ്രത്യേക അളവിൽ ചേരുമ്പോഴാണോ ഈ വലിയ വിജയങ്ങളൊക്കെ ഉണ്ടാകുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്. തീർച്ചയായും രണ്ടിനും അതിന്റേതായ പങ്കുണ്ടെന്ന് തോന്നുന്നു. അതെ.